Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. തൃക്കരിപ്പൂർ മാണിയാട്ട് വീടിന്റെ വാതിൽ തകർത്ത് കവർച്ച. 15 ലക്ഷത്തിൽ പരം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. മഴക്കാലക്കെടുതികളും ദുരന്തങ്ങളും നേരിടുവാൻ സുസജ്ജമായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ചേരുന്നവർക്ക് അടിയന്തര ശ്രദ്ധയും ചികിത്സയും ലഭ്യമാക്കുവാനായി കോഡ് റെഡ് എന്ന സാർവദേശീയ ചികിത്സാ ക്രമീകരണങ്ങൾ ഉടനടി ഏർപ്പെടുത്തുവാനും തീരുമാനം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ നിലനിർത്തി KSU MSF സഖ്യം. 17-ൽ 12 സീറ്റിലാണ് UDF വിജയം നേടിയത്. 5 സീറ്റുകൾ SFIക്ക് ലഭിച്ചു. ഇനി കൃഷി ചെയ്യാനില്ലെന്ന് തീർത്ത് പറഞ്ഞ് 50 വർഷമായി കൃഷി ജീവിതവ്രതമാക്കി മാറ്റിയ കണ്ടങ്കാളിയിലെ കോടൂർ വീട്ടിൽ രാജഗോപാലൻ എന്ന കർഷകൻ അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണവും അണക്കെട്ട് പരിപാലനവും അതിവൃഷ്ടിയും മുക്കിക്കളഞ്ഞത് രാജഗോപാലന്റെ 50 സെന്റിലേറെ കൃഷിസ്ഥലവും ഒപ്പം സ്വപ്നങ്ങളും. വിശദമായ വാർത്തകളിലേക്ക്. തൃക്കരിപ്പൂർ മാണിയാട്ട് വീടിന്റെ വാതിൽ തകർത്ത് വൻ കവർച്ച. 15 ലക്ഷത്തിൽ പരം രൂപയുടെ സ്വർണ്ണാഭരണങ്ങളാണ് കവർന്നത്. മാണിയാട്ട് സഹകരണ ബാങ്കിന് സമീപത്തെ പ്രവാസി K സിദ്ദിഖിന്റെ വീട്ടിലാണ് വെള്ളിയാഴ്ച രാത്രി വീടിന്റെ മുൻവാതിലിന്റെ ഓടാമ്പൽ തകർത്ത് സ്വർണം കവർച്ച ചെയ്തത്. ഹജ്ജ് ചെയ്യുന്നതിന് 2 ആഴ്ച മുമ്പാണ് സിദ്ദിഖ് പോയത്. വെള്ളിയാഴ്ച വൈകുന്നേരം 3:30 സിദ്ദിഖിന്റെ ഭാര്യ MK ജുസീല മക്കളോടൊപ്പം പയ്യന്നൂരിൽ പോയി രാത്രി 10 മണിയോടെയാണ് തിരിച്ചെത്തിയത്. വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് കമ്പിപ്പാരയോ മറ്റോ ഉപയോഗിച്ച് പൊളിച്ചാണ് വീടിനകത്ത് കടന്നതെന്നാണ് കരുതുന്നത്. താഴത്തെ നിലയിലുള്ള മുൻഭാഗത്തെ കിടപ്പുമുറിയിലെ അലമാര തുറന്നാണ് 22 പവൻ സ്വർണ്ണാഭരണങ്ങൾ കവർച്ച ചെയ്തത്. ചന്ദേര ഇൻസ്പെക്ടർ K പ്രശാന്ത്, പ്രിൻസിപ്പൽ SI KP സതീഷ്, പ്രൊബേഷൻ SI CR മൗഷിമി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇന്നലെ 3:30 ഇവർ ഇവിടുന്ന് വീടൊക്കെ പൂട്ടിയിട്ട് ഗേറ്റൊക്കെ അടച്ചിട്ട് കിടന്ന് കൺസ്ട്രക്ഷന് പോയിരുന്നത്. അപ്പോൾ തിരിച്ചവർ 10 മണിയാകുമ്പോഴേക്ക് തിരിച്ചു വന്നതിന് ശേഷം അവരുടെ മെയിൻ ഡോറിയുടെ ഓപ്പണാക്കിയിട്ട് കണ്ടിട്ട് അതിൻ്റെ കുത്തി തുറന്ന രീതിയിൽ അങ്ങനെ അതോടൊപ്പം അവർ ബെഡ്റൂമിലേക്ക് പോകുമ്പോഴേക്കും അവരവിടെയും എല്ലാം വാരി വലിച്ചിട്ടിട്ട് കണ്ടതിൻ്റെ ശേഷമാണ് അവർ പോലീസിന് റിപ്പോർട്ട് ചെയ്യുകയും അതുപോലെ തന്നെ അവർ പരിശോധിച്ചപ്പോൾ ബാക്ക് സൈഡിലുള്ള മുഴുവൻ ഡോറുകളും അതുപോലെ ഗേറ്റുകളൊക്കെ തുറന്നിട്ടിട്ടാണ് അവർ അവിടുന്ന് രക്ഷപ്പെട്ടതായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മഴക്കാലക്കെടുതികളും ദുരന്തങ്ങളും നേരിടുവാൻ സുസജ്ജമായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ചേരുന്നവർക്ക് അടിയന്തര ശ്രദ്ധയും ചികിത്സയും ലഭ്യമാക്കുവാനായി കോഡ് റെഡ് എന്ന സാർവദേശീയ ചികിത്സാ ക്രമീകരണങ്ങൾ ഉടനടി ഏർപ്പെടുത്തുമെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറു ഫിലിപ്പും സൂപ്രണ്ട് ഡോക്ടർ K സുദീപും അറിയിച്ചു. സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ ഉണ്ടായേക്കാവുന്ന പ്രകൃതി ദുരന്തങ്ങൾ മുന്നിൽ കണ്ട് കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ റാപ്പിഡ് റെസ്പോൺസ് ടീം രൂപീകരിച്ചു. ഡോക്ടർമാർ, നഴ്സുമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, മെഡിക്കൽ നഴ്സിംഗ് വിദ്യാർത്ഥി വളണ്ടിയർമാർ തുടങ്ങിയവരടങ്ങിയ വ്യത്യസ്ത ടീമുകളും ദുരന്തഘട്ടങ്ങളിൽ ആവശ്യമായ മരുന്നുകളും ഉപകരണങ്ങളും വാഹനങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. പ്രകൃതി ദുരന്ത മുന്നറിയിപ്പ് ലഭിച്ചാൽ മിനിറ്റുകൾക്കകം സർവ്വസന്നാഹങ്ങളോടെയും പുറപ്പെടാനാകുന്ന വിധത്തിൽ ഒന്നിലധികം ടീമുകൾ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്.
അപകടങ്ങളിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ചേരുന്നവർക്ക് അടിയന്തര ശ്രദ്ധയും ചികിത്സയും ലഭ്യമാക്കുവാനായി കോഡ് റെഡ് എന്ന സർവ്വദേശീയമായി അറിയപ്പെടുന്ന ചികിത്സാ ക്രമീകരണങ്ങളും ആശുപത്രിയിൽ ഉടനടി ഏർപ്പെടുത്തുന്നതാണെന്ന് പ്രിൻസിപ്പൽ ഡോക്ടർ സൈറോ ഫിലിപ്പും സൂപ്രണ്ട് ഡോക്ടർ കെ സുദീപും അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ നിലനിർത്തി KSU MSF സഖ്യം. 17-ൽ 12 സീറ്റിലാണ് USDF വിജയം നേടിയത്. 5 സീറ്റുകൾ SFIക്ക് ലഭിച്ചു. നാല് മൈനർ, ഒരു മേജർ സീറ്റുകളാണ് SFI നേടിയത്. K വാജിദാണ് ചെയർപേഴ്സൺ. TC ആവണി, MS ആദിത്യ എന്നിവർ വൈസ് ചെയർപേഴ്സൺമാരായും മുഹമ്മദ് ജസീം ജനറൽ സെക്രട്ടറിയായും ഹർഷാദ് CR ജോയിന്റ് സെക്രട്ടറിയായും തെരഞ്ഞെടുക്കപ്പെട്ടു. രാവിലെ 10:30 തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. സൂക്ഷ്മ പരിശോധനയിൽ SFIയുടെ 2 നാമനിർദ്ദേശ പത്രിക തള്ളിയതിനാൽ തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ 2 സീറ്റിൽ KSU MSF സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ വിജയിച്ചിരുന്നു. ആകെയുള്ള 15 സീറ്റിൽ UUC ബാച്ച് റെപ്രസെന്റേറ്റീവ് സീറ്റിലാണ് KSU MSF പ്രതിനിധികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. വൻ പോലീസ് സന്നാഹത്തോടെയായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. USDF വിജയത്തിൽ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി. K സുധാകരൻ MP, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം ചേലേരി എന്നിവർ വിജയികളെ അഭിനന്ദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പുതിയ അധ്യയന വർഷവുമായി ബന്ധപ്പെട്ട് സ്കൂൾ സുരക്ഷ, കുട്ടികളുടെ സുരക്ഷ, പരിസര ശുചീകരണം, ഉച്ചഭക്ഷണം, യാത്രാ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കുവാനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തീകരണ ഘട്ടത്തിൽ. അധ്യാപകരും സ്കൂൾ PTA-യും സംയുക്തമായാണ് ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. വേനലവധിക്ക് വിരാമമിട്ട സ്കൂളുകൾ കുട്ടികളെ സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ്. ഇതിനിടെ കാലവർഷവും നേരത്തെ എത്തിയതിനാൽ പ്രതികൂല കാലാവസ്ഥയിലും സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ, ഫിറ്റ്നസ് എന്നിവയെല്ലാം പൂർത്തിയാക്കേണ്ടതുണ്ട്. അധ്യാപകരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്തമായാണ് ഒരുക്കങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് ഒരുക്കങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം. ബെഞ്ചുകളുടെയും ഡെസ്കുകളുടെയും അറ്റകുറ്റപ്പണികൾക്കൊപ്പം പലയിടത്തും സ്കൂൾ കെട്ടിടങ്ങൾ പെയിന്റ് ചെയ്യുന്ന ജോലികളും പൂർത്തിയായി. PTA-യുടെ സഹകരണത്തോടെയാണ് മിക്ക സ്കൂളുകളിലും ശുചീകരണ പ്രവൃത്തികൾ നടത്തുന്നത്. സ്കൂളിനടുത്ത് വെള്ളക്കെട്ട് രൂപപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ അപകട സാധ്യതാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. സ്കൂളുകളിലെ കുടിവെള്ള ടാങ്ക്, കിണറുകൾ, മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവയും ശുചിയാക്കി അണുവിമുക്തമാക്കുന്ന പ്രവർത്തനങ്ങളും നടന്നു. ജൂൺ 2-ന് സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളിലും പ്രവേശനോത്സവ ചടങ്ങുകൾ നടക്കും. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ എല്ലാ സ്കൂളുകളുടെയും ഫിറ്റ്നസ് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഘടകങ്ങൾ ഉൾച്ചേർന്ന നവീകരിച്ച അക്കാദമിക് മാസ്റ്റർ പ്ലാൻ ജൂൺ 15-നകം പൂർത്തീകരിക്കണമെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പാണപ്പുഴ പറവൂർ മൂടേങ്ങയിലെ തോട്ടോൻ വീട്ടിൽ ദാമോദരന് പ്രായം 90ആയി. എന്നാൽ കഴിഞ്ഞ 8 പതിറ്റാണ്ടായി ക്ഷീരമേഖലയിൽ സജീവമാണ് ഇദ്ദേഹം. ജൂൺ 1-ന് ഒരു ക്ഷീരദിനം കൂടി വന്നെത്തുമ്പോൾ കച്ചവട ലക്ഷ്യങ്ങൾക്കപ്പുറം പശുപരിപാലനം ജീവിതചര്യയാക്കുകയാണ് ഈ കർഷകൻ. പാണപ്പുഴ പറവൂർ മൂടേങ്ങയിലെ തോട്ടോൻ വീട്ടിൽ ദാമോദരന് വയസ്സ് 90. പ്രായത്തെ പാട്ടിന് വിട്ട് രാവിലെ എഴുന്നേൽക്കും, നേരെ തൊഴുത്തിലേക്ക്. പശുവിന് വെള്ളം കൊടുത്ത് കറവ്, പിന്നെ രാത്രി വരെ നീളുന്ന പശുപരിപാലനം. കന്നുകാലി വളർത്തൽ ജീവിതത്തിന്റെ ഭാഗമാകുമ്പോൾ ദാമോദരന് മുന്നിൽ പ്രായം വെറും കണക്കു മാത്രം. കഴിഞ്ഞ 8 പതിറ്റാണ്ടായി കന്നുകാലി വളർത്തൽ രംഗത്തുണ്ട് ഈ കർഷക കാരണവർ. ആദ്യം എരുമകളായിരുന്നു, പിന്നീട് പശുക്കളിലേക്ക് മാറി. ഇപ്പോൾ ഒരു പശു മാത്രമേ ഉള്ളൂ. നവതിയിലെത്തിയെങ്കിലും ഇവളെ ഒഴിവാക്കാനാകില്ല. ദാമോദരൻ നിലപാട് വ്യക്തമാക്കി. ഈ കർമ്മനിരതമായ ജീവിതം തന്നെയായിരിക്കാം പ്രായത്തിന്റെ പരിമിതികളെ തടയുന്നത്. ക്ഷീരോത്പാദന രംഗത്ത് വർഷങ്ങളായി ഉണ്ട് ദാമോദരൻ. എന്നാൽ കേവലം കച്ചവട ലക്ഷ്യങ്ങൾക്കപ്പുറം പശുപരിപാലനം ജീവിതചര്യയാണ് ഇദ്ദേഹത്തിന്. രണ്ടാമത് മാത്രമാണ് ഉപജീവനമായി കാണുന്നത്. പറവൂർ ക്ഷീരസംഘത്തിന്റെ ആരംഭം മുതൽ പാലളക്കുന്ന കർഷകനാണ്. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടിലധികമായി സംഘത്തിന്റെ സജീവ അംഗവും. പ്രായാധിക്യവും ജീവിത പ്രതിസന്ധികളും ദാമോദരനെ തളർത്താറില്ല. കാരണം അത് ജീവിതമാണ്, ജീവിതത്തിന്റെ താളമാണ്. ഹൃദയത്തോട് ചേർന്ന വികാരമായതുകൊണ്ട് തന്നെ യൗവനതീഷ്ണമായ ചുറുചുറുക്കോടെ ഈ മേഖലയിലുള്ളവർക്ക് മാതൃകയായി കർമ്മനിരതനായി ദാമോദരനുണ്ട് ഇപ്പോഴും. സഹധർമ്മിണിയുടെയും മക്കളുടെയും മറ്റ് കുടുംബാംഗങ്ങളുടെയും പൂർണ്ണ പിന്തുണയും
ഈ മേഖലയിൽ തുടരാൻ വലിയ ഇന്ധനമാണ്. ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും കടന്നുവരാൻ ആഗ്രഹിക്കുന്നവരുമായ പുതുതലമുറയ്ക്ക് മാതൃകയും വഴികാട്ടിയുമാണ് ദാമോദരന്റെ പ്രവർത്തനങ്ങൾ. ഒപ്പം പശുവളർത്തലുമായി ബന്ധപ്പെട്ട സംശയ നിവാരണത്തിനും ഇദ്ദേഹത്തെ സമീപിക്കാം. പറവൂർ ക്ഷീരോത്പാദക സംഘത്തിന്റെ ഈ വർഷത്തെ ക്ഷീരകർഷകോത്തമ പുരസ്കാരം തോട്ടോംവീട്ടിൽ ദാമോദരനാണ്. പ്രദേശത്തെ മികച്ച ക്ഷീരകർഷകനായിരുന്ന വളപ്പൻ കുഞ്ഞിവീട്ടിൽ ചിണ്ടന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയതാണ് ഈ പുരസ്കാരം. അത് അർഹിക്കുന്ന കൈകളിൽ എത്തിയതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരും. 15-ാം വയസ്സിൽ ഞാനൊരു പശുവിനെ വിളിച്ച് 16 വർഷം കച്ചിനെ വിളിച്ചു. ആ കച്ചിനെ പോറ്റി വളർത്തി പ്രസവിച്ച് ഞാൻ 2 പേർ വെച്ച് അന്ന് നമ്മളറിയാണ്ട് നമ്മളെ അമ്മ വിറ്റു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ നാട് വിട്ട് വന്നു ഇങ്ങോട്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരു 35-ാമത്തെ വയസ്സിൽ ഞാൻ ഇതിൻ്റെ കാര്യം മേടിച്ചിട്ട് ഇത് സ്വന്തമായിട്ട് പോറ്റി കറന്ന് താല് എൻ്റെ പൈസക്കൊന്നും താരുണ്ടായാലും ഗുണമെന്ന് വെച്ചാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല. എപ്പോൾ നോക്കിയാലും പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടാവും. നഷ്ടങ്ങളുണ്ടാവും. ഇപ്പം പക്ഷേ അന്നത്തെ കാലത്ത് എനിക്ക് സ്ഥിരം 3 പെണ്ണുങ്ങൾ കൂലിയുണ്ട്. 5 വൃത്തിയായിരുന്നു ഒരു പെണ്ണ് കൂലി അന്നേരം. ഒരു 30,000 വളം വിൽക്കലില്ല കൊല്ലത്തിൽ. അത് ഞങ്ങൾ ചോദനിട്ടിട്ട് വളം ഉണ്ടാക്കുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. CPI കല്യാശ്ശേരി മണ്ഡലം സമ്മേളനത്തിന് പിലാത്തറയിൽ തുടക്കമായി. പൊതുസമ്മേളനം CPI അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. CPI കല്യാശ്ശേരി മണ്ഡലം സമ്മേളനത്തിന് പിലാത്തറയിൽ തുടക്കമായി. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ചുമടുതാങ്ങിയിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ പിലാത്തറയിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം CPI അസിസ്റ്റന്റ് സെക്രട്ടറി ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ആ സാമ്പത്തിക നയമാണ് നമ്മുടെ രാജ്യത്തെ ഇന്ന് ആ സാമ്പത്തിക നയത്തെ അന്ന് എതിർത്തവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ. അന്ന് ആ സാമ്പത്തിക നയത്തിനെതിരായി രാജ്യത്ത് വളർന്നു വന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രക്ഷോഭങ്ങളും സമരങ്ങളിലെല്ലാം ശക്തമായി മുന്നോട്ട് പോയപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ അവർക്കും അവരുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയും. പക്ഷെ ഇപ്പൊ അവരുടെ അധികാരത്തിൽ വന്നതിന് ശേഷം എന്താണ് നടപ്പാക്കുന്നതെന്ന് പരിശോധിച്ച് നമുക്ക് കാണാൻ. നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയം 1990കളിൽ ആരംഭിച്ച അതേ സ്വകാര്യവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും നയം തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഭരണം നടത്താറുള്ളത്. സംഘാടക സമിതി ചെയർമാൻ വി പരാഗൻ അധ്യക്ഷനായി. ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി എ പ്രദീപൻ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ വേലിക്കാത്ത് രാഘവൻ, പി നാരായണൻ, താവം ബാലകൃഷ്ണൻ, ജില്ലാ കൌൺസിൽ അംഗം രേഷ്മ പരാഗൻ, KV സാഗർ, CPI കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടറി PV ബാബു രാജേന്ദ്രൻ, മാടക്ക കുഞ്ഞിക്കണ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഞായറാഴ്ച നടക്കുന്ന പ്രതിനിധി സമ്മേളനം കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ CP മുരളി ഉദ്ഘാടനം ചെയ്യും. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. കാനായി മുക്കൂട് പാലത്തിനു മുകളിൽ നിന്നും കാർ പുഴയിലേക്ക് മറിയുകയായിരുന്നു. കാർ യാത്രികരായ 3 പേരെ നാട്ടുകാർ രക്ഷപ്പെടുത്തി. ഗൂഗിൾ മാപ്പ് നോക്കി സഞ്ചരിച്ച കാർ പാലത്തിൽ നിന്ന് പുഴയിലേക്ക് മറിഞ്ഞു. കാറിലുണ്ടായിരുന്ന 3 പേരെ നാട്ടുകാർ രക്ഷിച്ചു. കാർ പെരുമ്പപ്പുഴയിലേക്ക് ഒലിച്ചുപോയി. തൃക്കരിപ്പൂർ ഉടുമ്പന്തലയിൽ നിന്ന് കാനായിലെ കല്യാണ ചടങ്ങിൽ പങ്കെടുത്ത് പയ്യന്നൂർ ഭാഗത്തേക്ക് തിരിച്ചു വരുമ്പോഴാണ് മുക്കൂട് പാലത്തിന് മുകളിൽ നിന്നും കാർ പുഴയിലേക്ക് വീണത്. പെരുമ്പ കാപ്പാട് പാർക്ക് വഴി ദേശീയപാതയിലേക്കുള്ള റോഡാണ് ഇവർ മാപ്പിൽ കണ്ടത്. പുഴയോട് ചേർന്നുള്ള റോഡായതിനാൽ റോഡിൽ വെള്ളക്കെട്ടായിരുന്നു. മുങ്ങിക്കിടക്കുകയായിരുന്ന മുക്കൂട് പാലം ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല. തുടർന്ന് കാർ പുഴയിലേക്ക് വീഴുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവർ പുഴയിലേക്ക് വീണുവെങ്കിലും പരിസരവാസികളെത്തി കാറിലുണ്ടായിരുന്ന ഉടുമ്പന്തലയിലെ മുഹമ്മദ് കുഞ്ഞി, ഹാരിസ്, ഹുസൈൻ എന്നിവരെ രക്ഷപ്പെടുത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാനായി മീൻകുഴി അണക്കെട്ട് കരകവിഞ്ഞൊഴുകി. അണക്കെട്ട് മുതൽ പെരുമ്പ പാലം വരെയുള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലും വെള്ളത്തിൽ മുങ്ങി. പെരുമ്പാപ്പുഴയുടെ ഭാഗമായുള്ള വണ്ണാത്തിപ്പുഴയുടെ കാനായി മീൻകുഴി അണക്കെട്ട് കരകവിഞ്ഞൊഴുകി. അണക്കെട്ടിന് മുകളിലൂടെയാണ് ഇപ്പോൾ പുഴ ഒഴുകുന്നത്.
അണക്കെട്ട് മുതൽ പെരുമ്പ പാലം വരെയുള്ള ഭാഗങ്ങളിൽ പലയിടങ്ങളിലും പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. പരവന്തട്ട, കാനായി, മുക്കൂട്, തോട്ടംകടവ്, മീൻകുഴി അണക്കെട്ട് പ്രദേശത്തെ 50ലധികം വീടുകളിൽ വെള്ളം കയറി. ചില കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഇനി കൃഷി ചെയ്യാനില്ലെന്ന് തീർത്തു പറയുകയാണ് 50 വർഷമായി കൃഷി ജീവിതവൃതമാക്കി മാറ്റിയ കണ്ടങ്കാളിയിലെ കോഡൂർ വീട്ടിൽ രാജഗോപാലൻ എന്ന കർഷകൻ. അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണം, അണക്കെട്ട് പരിപാലനം, അതിവൃഷ്ടി ഇവയെല്ലാം മുക്കിക്കളഞ്ഞത് 50 സെന്റിലേറെ കൃഷിസ്ഥലം മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ കൂടിയാണ്. എനിക്ക് പിറകിൽ കാണുന്ന ഈ വെള്ളക്കെട്ട് കണ്ടങ്കാളിയിലെ രാജഗോപാലൻ, കോഡൂർ വീട്ടിൽ രാജഗോപാലൻ എന്ന കർഷകൻ്റെ കൃഷിയിടമായിരുന്നു. ഈ വെള്ളക്കെട്ടിനോളം കണ്ണീരിൻ്റെ കഥയും ഈ രാജേട്ടനെ നമ്മളോട് പറയാനുണ്ട്. എന്തായിരുന്നു, എത്ര ദിവസം കൊണ്ടായിരുന്നു ഇങ്ങനെ പെട്ടെന്ന് വെള്ളം കയറിയത്? വെള്ളം കയറി ഇപ്പോൾ ഒരാഴ്ച കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വെള്ളം കയറി. അതിന് മുമ്പിലെ പിന്നെ നമ്മൾ എല്ലാം കൃഷിയെല്ലാം ഒരുക്കാം, കണ്ടൽ ഒരുക്കി കണ്ടീഷനാക്കി അതിൽ വളമെല്ലാം ചേർത്ത് പിന്നെ ടില്ലറിനെ കൊണ്ട് ഉഴുത് എല്ലാം ക്ലിയറാക്കി വെച്ചിട്ടാണ് രണ്ടാമത് നമ്മൾ ഇത് വിത്ത് ഇറക്കുന്നത്. എത്ര വിത്ത് ഇറക്കി തവണ? വിത്ത് ഏകദേശം ഞാൻ എല്ലാ കണ്ടത്തിലും കൂടെ ഒരു 2.5 പറ വിത്ത് ഇറക്കിയിട്ടുണ്ട്. 2.5 പറ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ മുളച്ച് വന്നായിരുന്നു? മുളച്ച് വന്നിന്. മുളച്ച് വന്നിരിക്കുന്നത് ഇങ്ങനെ ഇത്ര പോരെ മുളച്ച് വന്നു. അപ്പോഴത്തേക്കാണ് ഈ രണ്ടാമത് പെയ്ത മഴ, ആദ്യം ചെറുങ്ങനെ പെയ്തു, രണ്ടാമത് പെയ്ത മഴ അത് അലവസരാക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ആ കെട്ട് പിന്നെ അണക്കെട്ടിൻ്റെ പല തേച്ചു എടുക്കാത്തതുകൊണ്ടാണ്. മുല്ലക്കോട്ട് ഒരു അണക്കെട്ടുണ്ട്. ഞാൻ അതിൻ്റെ അധികാരികളോടെല്ലാം വിളിച്ച് ഞാൻ അന്നേരം തന്നെ ആ സ്പോട്ടിൽ പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു പിന്നെ ഉപ്പുവെള്ളം തോറുമ്പോൾ എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് അത് അത് 2 ദിവസം മഴ പെയ്യിട്ട് എന്നിട്ടും അവരെടുത്തില്ല. അവരോട് ചോദിച്ചാൽ പറഞ്ഞാൽ അവരെടുത്തു എന്ന് പറഞ്ഞ് എന്നിട്ടും അവർ 2 സൈഡിലത്തെ 2 പല വെച്ച് എടുത്തു വരും. ബാക്കി വെള്ളം തേച്ചു ആടെയുണ്ട്. ആ വെള്ളമാണ് ഇപ്പം ഇത്രയും കഷ്ടത്തിലാക്കിയത് നമ്മളാണ്. അപ്പോൾ ഈ കഴിഞ്ഞ വർഷം ഇതുപോലെ നെല്ലിട്ട്, കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നെല്ലല്ല, ഇനി ഈ പന്നി മൂരാനായ സമയത്ത് പന്നി വീണ് തെരഞ്ഞ് നെല്ല് മുക്കാലും കണ്ടത്തിലാക്കി. കണ്ടത്തിൽ നമ്മൾ തടിയിട്ട് ഇങ്ങനെ വാരേതിരി. അപ്പോൾ ഈ വെള്ളക്കെട്ടിന് ഈ ഒരു പ്രശ്നം അതുപോലെ നേരത്തെ പറഞ്ഞു, റോഡ് വന്ന സമയത്ത് അങ്ങനെയും പറഞ്ഞല്ലോ. റോഡ് ഇതന്നെ ഈ ഡ്രൈനേജിൻ്റെ അങ്ങനെ ഇങ്ങോട്ട് വരുന്ന ഈ ഡ്രൈനേജ് വെള്ളം അത് അവർ ഈടെ കൊണ്ടുവന്ന് മുട്ടിക്കേണ്ടതാണ്. അവർ ആടെ ഇളക്കിയിട്ട് പോയി. അത് ഞാൻ അന്നേരം തന്നെ പറഞ്ഞ് ആ വെള്ളം എൻ്റെ വീട്ടിലെ കൂടെ പോലെ നിങ്ങൾ ഇത്രയും വരെ അന്നേരം പറഞ്ഞാൽ അത് ശരിയാക്കാം, ആടെ നിന്ന് ഇതും പൊളിക്കുക, ഈടെ ഇതും പൊളിച്ച് ലേശം ആയത്തിലാക്കിയാൽ വെള്ളം പോകുമെന്ന് പറഞ്ഞു. അവരതിനൊന്നും നിന്നിട്ടില്ല. ഇപ്പം ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് നമ്മ അവരോട് പറഞ്ഞിപ്പോൾ അവർക്ക് നാണം വേണ്ടതില്ലതാണ് അവരെ വർത്താനം. ഞാൻ ചുരുങ്ങിയത് 16 വയസ്സ് മുതൽ, എനിക്കിപ്പോൾ 65 വയസ്സായി. 16 വയസ്സ് മുതൽ 10ാം ക്ലാസ് വിട്ടതിന് ശേഷം നമ്മളെ ജീവിതം തന്നെ കർഷകൻ്റെ അച്ഛൻ നല്ല കർഷകനാണ്. കർഷകനിലൂടെ നമ്മൾ ഇതുവരെ ഇവിടെ എത്തിയത്. വയലിങ്ങനെ കരയിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? ഇപ്പോൾ ഒരു 5-6 വർഷമായിട്ട്. എനിക്ക് 30 സെൻറ്റിൽ 30 പറ നെല്ല് കിട്ടിയാണ്. ഇപ്പം 5-6 കൊല്ലമായിട്ട് ഈ പിന്നെ അണക്കെട്ടിൻ്റെ ഇതും കൊണ്ട് നമുക്ക് നെല്ല് കിട്ടൽ ഇപ്പം 5-6 വർഷത്തിൽ മേലെയായി. നാട്ടിൽ നട്ടാലും കിട്ടുന്നില്ല, പിന്നെ വിത്ത് ഇറക്കി വാളിയാലും കിട്ടുന്നില്ല. കൃഷി മടുത്തു. ഞാൻ മതിയാക്കി ഇക്കൊല്ലത്തോടു കൂടി. അതിന് ഞാൻ പറഞ്ഞില്ല, വിത്ത് ഞാൻ ലേശം പുതിർത്തിട്ടുണ്ട്. ഒരു 5-6 കിലോ വിത്ത് ഞാൻ പുതിർത്തിട്ടുണ്ട്. അത് ആ വളപ്പിൽ നട്ടാൽ നമുക്ക് കൈമോശം വരില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. അത്രേ എനിക്ക് നമ്മ മതിയാക്കിയത്. ആരും മനസ്സ് മടുത്തു എന്നല്ല, അധികൃതരൊന്നും ഇതിനോട് യാതൊരു താല്പര്യമില്ല. ഇന്ന് ഞാൻ കൃഷിഭവനിൽ പോയി, അവർ പറയുന്നത് പിന്നെ കാലവർഷക്കെടുതിക്കൊന്നും പൈസ ഒന്നും കിട്ടാൻ സാധ്യതയില്ല, വിത്ത് വേണമെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് തരാൻ പറഞ്ഞു. അത് പൈസ കൊടുത്തിട്ട് ചില സമയം നിങ്ങൾ വാങ്ങിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞ വിത്ത് എൻ്റെ അടിക്കേണ്ടതെന്ന് അത്ര പോലെ. ഞാൻ അതുപോലെ പണ്ട് കൃഷി പറഞ്ഞാൽ 60 കൊല്ലം 50 കൊല്ലമായി ഞാൻ ഫുള്ളായിട്ട് ഇതിനെ വേണ്ടി മനക്കെടുന്നു. അന്നെല്ലാം കുറേ മുമ്പേ എനിക്ക് 2-3 എരുമി 2-3 പശുക്കളെല്ലാം ഉണ്ടായി, പാലെല്ലാം കൊണ്ടുവന്നതാണ്. ഇപ്പം പിന്നെ അതെല്ലാം നിർത്തി, ഈ കൃഷിയിൽ മാത്രമായി. ഇതിപ്പം ഞാൻ ഒരു 50-55 സെൻറ്റ് സ്ഥലം വേറെ ആളെ കണ്ടായത്. എൻ്റേത് ഒരു 30 സെൻറ്റ് സ്ഥലം അങ്ങ് അപ്പുറത്തെ ആ തോട് സൈഡിലുണ്ട്. അതിലും എല്ലാം വാളിയെല്ലാം റെഡിയാക്കി. ഇക്കൊല്ലം നേരത്തെ മഴ വരുന്നതിനെക്കാട്ടി മുമ്പിൽ വാളി മുളപ്പിച്ച് നെല്ലായി കിട്ടിയാൽ അത് ജീവിച്ചു പോകും. അതിന് നമ്മളെ പ്രകൃതി വിട്ടില്ല.
രാജേട്ടൻ ഒരു കഥ തന്നെയാണ് പറയുന്നത്. എത്രയോ വർഷമായി കാർഷിക വൃത്തിയിൽ തന്നെയായിരുന്നു. 50 സെൻറ്റിലധികമൊക്കെ സ്ഥലത്താണ് ഇത്തവണയും വിത്തിറക്കിയത്. പക്ഷേ കാലവർഷം നേരത്തെ എത്തി. ഇതുപോലെ അണക്കെട്ടിൻ്റെ ഒരു പ്രശ്നം, ഈ പ്രാദേശികമായ കർഷകരുടെ അഭിപ്രായം മാനിക്കാതെ വരുന്ന എല്ലാ നിർമ്മാണ പ്രവൃത്തിയും വലിയ തിരിച്ചടി തന്നെയാണ്. ഇത്തരം കർഷകരുടെ കണ്ണീരിൻ്റെ കഥ തന്നെയാണ് പറയുന്നത്. കൂടുതൽ കർഷകരിലേക്കും ഇത്തരത്തിലുള്ള വിഷമങ്ങൾ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസിനു വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. ചീമേനി അരിയിട്ടപ്പാറയിൽ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി തുടങ്ങാൻ വീണ്ടും നീക്കം നടക്കുന്നതായി സൂചന. സമീപത്തെ 7 പഞ്ചായത്തുകളിലെ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്ന തരത്തിൽ പുതുക്കിയ പദ്ധതി നടപ്പിലാക്കുവാനാണ് സാധ്യത. ചീമേനി അരിയിട്ടപ്പാറയിൽ മാലിന്യം സംഭരിച്ച് നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടി തയ്യാറാക്കിയ പദ്ധതിക്ക് വീണ്ടും ജീവൻ വയ്ക്കുന്നു. ഇതിനായി നീക്കിവെച്ച ഭൂമി സംബന്ധിച്ച കാര്യങ്ങൾ വീണ്ടും ആരാഞ്ഞുകൊണ്ടാണ് നീക്കം. പദ്ധതിക്കെതിരെയുണ്ടായ പ്രതിഷേധം തണുത്ത സാഹചര്യത്തിലാണ് വീണ്ടും നടപടികൾ നീക്കുന്നത്. ഭൂമി സംബന്ധിച്ച കാര്യങ്ങൾ ആരാഞ്ഞ് ദിവസങ്ങൾക്ക് മുൻപ് റവന്യൂ അധികൃതർക്ക് ഫോൺ സന്ദേശമെത്തിയെന്നാണ് വിവരം. കയ്യൂർ ചീമേനി പഞ്ചായത്തിന് സമീപത്തുള്ള 7ഓളം പഞ്ചായത്തുകളിലെ മാലിന്യം ഇവിടെ കൊണ്ടുവന്ന് നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ് പുതുക്കിയ പദ്ധതി. ഇതിനായി നേരത്തെ തന്നെ 25 ഏക്കർ സ്ഥലം ചീമേനി അരിയിട്ടപ്പാറയിൽ കണ്ടെത്തിയിരുന്നു. സോളാർ പദ്ധതിക്ക് വേണ്ടി നീക്കിവെച്ച സ്ഥലത്തിന് സമീപത്താണ് ഇതിനായി സ്ഥലം കണ്ടെത്തിയത്. ചീമേനി വികസന സമിതിയും മറ്റ് സംഘടനകളും ഇതിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. പിന്നീട് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങളും ജനങ്ങളും ഒറ്റക്കെട്ടായി പ്രതിഷേധം ഉയർത്തിയതോടെ പദ്ധതി നടപ്പിലാക്കുന്നതിൽ നിന്ന് ബന്ധപ്പെട്ടവർ പിന്മാറുകയായിരുന്നു. എന്നാൽ പദ്ധതി ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. ഇതിനിടയിലാണ് ഇപ്പോൾ പദ്ധതിക്കായി നീക്കിവെച്ച സ്ഥലം സംബന്ധിച്ച കാര്യങ്ങൾ ആരാഞ്ഞ് റവന്യൂ അധികൃതർക്ക് ഫോൺ സന്ദേശം എത്തിയതായി അറിയാൻ കഴിഞ്ഞത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. സുസ്ഥിര ഭക്ഷണ രീതികൾ ശീലമാക്കുക എന്ന വിഷയത്തിൽ മണ്ണിനെ തൊട്ടറിഞ്ഞ് കുഞ്ഞുകൈകൾ എന്ന സ്കൂൾ കാർഷിക പദ്ധതിക്ക് സംസ്ഥാനതല പുരസ്കാരം നേടിയ സന്തോഷത്തിലാണ് പുഞ്ചക്കാട് സെന്റ് മേരീസ് UP സ്കൂൾ. അഭിമാന നേട്ടത്തിന്റെ സന്തോഷം പങ്കുവെക്കുകയാണ് സ്കൂൾ ഹെഡ്മിസ്ട്രസായ ഷാൻഡി ഫിലിപ്പ്. മികച്ച പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കുള്ള സംസ്ഥാനതല പുരസ്കാരം എന്ന വലിയൊരു നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് പുഞ്ചക്കാട് സെന്റ് മേരീസ് സ്കൂൾ, അല്ലേ? എത്രത്തോളം ഉണ്ട് ആ ഒരു സന്തോഷം ഇപ്പോൾ? ഞങ്ങൾ സ്കൂളിലുള്ള എല്ലാവരും വളരെ അധികം സന്തോഷത്തിലാണ്. മാനേജ്മെൻറ്റ്, PTA, MPTA, അതുപോലെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള പ്രോത്സാഹനവും പിന്തുണയും ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെയധികം സന്തോഷത്തിലാണ് ഞങ്ങളെല്ലാവരും, സ്റ്റാഫും കുട്ടികളും നമ്മളെല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലാണ്. ഓക്കെ, ഈ മികച്ച പരിസ്ഥിതി പ്രവർത്തനം എന്ന് പറയുമ്പോൾ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നമ്മൾ സ്കൂളിൽ നടത്തിയത്? നമ്മൾ കുട്ടികളുടെ നമ്മളുടെ സ്കൂൾ തന്നെ വളരെ ഒരു ഹരിതാപ നിറഞ്ഞ ഒരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഈ സ്കൂളിലേക്ക് വരുന്ന കുട്ടികൾക്ക് ഒരു വളരെ ആകർഷണീയമായ ഒരു രീതിയിലാണ് ഈ സ്കൂളും പരിസരവും ഉള്ളത് തന്നെ. അതെ. അപ്പോൾ ഈ വർഷം ഞങ്ങൾ നടപ്പിലാക്കിയത് ഒരു മണ്ണിനെ തൊട്ടറിഞ്ഞ കുഞ്ഞു കൈകൾ എന്ന് പറഞ്ഞ ഒരു കാർഷിക പദ്ധതി നമ്മളിവിടെ നടപ്പിലാക്കി. അത് PTA-യുടെയും MPTA-യുടെയും പൂർണ്ണ പിന്തുണയോട് കൂടിയാണ് അത് ചെയ്തത്. അതുകൊണ്ട് കുട്ടികൾക്കതൊരു നേർക്കാഴ്ചയായിരുന്നു. വളരെ ഭംഗിയാർന്ന ഒരു 40 സെൻറ്റോളം സ്ഥലത്തത് ചെയ്യുവാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ്. ഈ 40 സെൻറ്റ് സ്ഥലത്ത് എന്തൊക്കെ പച്ചക്കറികളാണ് ശരിക്കും ചെയ്തത്? നമ്മൾ വെള്ളരി, കോവൽ, പടവലം, അതുപോലെ വഴുതനങ്ങ എന്ന് വേണ്ട അതൊക്കെ കിൻഡൽ കണക്കിന് നമ്മൾക്കത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളത്. ഏകദേശം 2 മാസം കുട്ടികൾക്ക് വിഷരഹിതമായ ഉച്ചഭക്ഷണം നൽകാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. വളരെ സന്തോഷകരമായ ഒരു അനുഭവമായിരുന്നു. കുട്ടികളെ ഞങ്ങൾ പഠന സമയത്ത് അവരെ അതുകൊണ്ട് ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ഡ്രിപ്പ് ഇറിഗേഷനും അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനാൽ തന്നെ സ്കൂൾ വിട്ടതിന് ശേഷം അല്ലെങ്കിൽ അവരുടെ ഫ്രീ ടൈമുകളിൽ അത് ഒരു നേർക്കാഴ്ചയാണ്. എങ്ങനെയാണ് കർഷകരുടെ പ്രവർത്തനങ്ങൾ, വളവിടുന്നതും അതുപോലെ ഇത് വളരുന്ന രീതി, വള്ളികളുള്ള ചെടികളുണ്ട്, അതുപോലെ ഇത് നേരെ വളരുന്ന രീതികൾ, അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ, ഇതൊക്കെ അവർക്ക് പഠിക്കുവാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ്. അതെ, ഒരു പ്രവർത്തനം ചെയ്യുന്നത്
പറയുന്നത് പോലെ അവർക്കത് കണ്ട് പഠിക്കാനും പറ്റി എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ അതാണ് ഏറ്റവും വലിയ പുരസ്കാരവും സ്കൂളിലേക്ക് ഇരട്ടി സന്തോഷമാണ്. ഇരട്ടി സന്തോഷമാണ്. കുട്ടികൾക്ക് വിഷരഹിതമായി ഭക്ഷണം നൽകാൻ കഴിഞ്ഞു. അതിന്റെയൊക്കെ ഒരു ചാരിതാർത്ഥ്യമാണ്. സ്കൂള് വീണ്ടും ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പൊ പുതിയ കുട്ടികൾക്കും ഇതൊരു മാതൃകയായി ഇവിടെ ഉണ്ടാവൂലേ ഇനി വരുന്ന കുട്ടികൾ? ഉറപ്പായിട്ടും ഞങ്ങൾ ഇതിന് നന്ദി പറയുകയാണ്. കൃഷി ഓഫീസർ അന്നുണ്ടായിരുന്ന ഷീന മാഡം, അതുപോലെ ഞങ്ങൾക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് SSK പയ്യന്നൂർ SSK ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായിട്ടെത്തി. ഈ ഒരു പ്രൊജക്റ്റ് ഞങ്ങളോട് ചെയ്യാൻ പറഞ്ഞു തന്നെ അവരുടെ ഒരു പ്രോത്സാഹനമായിരുന്നു. അതുപോലെ മുനിസിപ്പാലിറ്റിയുടെ പിന്തുണയുണ്ടായിരുന്നു. അതുപോലെ ഞങ്ങൾക്ക് എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനാൽ തന്നെ നമുക്കത് ചെയ്യാൻ പ്രവർത്തനങ്ങൾ വരും വർഷങ്ങളിലും പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ടും ഞങ്ങളത് ചെയ്യും. അതിനുള്ളൊരു പ്രോത്സാഹനമാണ് ഈ പുരസ്കാരം എന്ന് കരുതാം. ഉറപ്പായിട്ടും ദൈവത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് ഫലം ദൈവം നൽകിയെന്നുള്ളത് വളരെ സന്തോഷം. സ്കൂളിലേക്ക് വരുമ്പോൾ ടീച്ചർ പറഞ്ഞതുപോലെ തന്നെയാണ് വലിയ മാമരങ്ങളൊക്കെ കണ്ട് ഏറ്റവും പ്രകൃതിയോട് അലിഞ്ഞു ചേരുന്ന ഒരു സ്കൂൾ അന്തരീക്ഷം തന്നെയാണ് ഇവിടെയുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. ആരോഗ്യം ആനന്ദം 2ാം ഘട്ട ക്യാൻസർ ക്യാമ്പയിനിന് പയ്യന്നൂർ നഗരസഭയിൽ തുടക്കമായി. പ്രാരംഭത്തിൽ തന്നെ ക്യാൻസർ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും ലോഗോ പ്രദർശനവും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യമാനന്ദം അകറ്റാം അർബുദം എന്ന പേരിൽ പ്രാരംഭത്തിൽ തന്നെ ക്യാൻസർ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുന്ന കർമ്മ പദ്ധതിയുടെ ഉദ്ഘാടനവും ലോഗോ പ്രകാശനവും നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത നിർവഹിച്ചു. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചാണ് നമ്മളെല്ലാവരും ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരോഗ്യ പ്രവർത്തകർ എന്നുള്ള നിലയിൽ വിവിധ തലത്തിൽ വിസിറ്റ് നടത്തുന്ന ആശാവർക്കർമാരും JPHമാരും JHമാരും എല്ലാം നടത്തി വന്നതിൻ്റെ ഒരു അനുഭവം കൂടി നമ്മുടെ മുന്നിലുള്ള സന്ദർഭത്തിലാണ് ഈ പുകയില വിരുദ്ധ ദിനം നമ്മളിന്ന് ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നു. 30 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കിടയിലെ വതനാർബുദ പരിശോധന, വൻകുടലിലെ ക്യാൻസർ എന്നിവ നേരത്തെ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായി ആശാപ്രവർത്തകർ ഫീൽഡ് തലത്തിൽ ക്യാമ്പയിൻ പ്രവർത്തനം നടത്തും. കൗൺസിൽ ഹാളിൽ വെച്ച് നടന്ന പരിപാടിയിൽ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ VV സജിത, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V ബാലൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T വിശ്വനാഥൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ TP സമീറ ടീച്ചർ, കൗൺസിലർ KU രാധാകൃഷ്ണൻ, PHN K വിലാസിനി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. നേത്രചികിത്സാ രംഗത്ത് മികച്ച സേവനം കാഴ്ചവെക്കുന്ന ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി പയ്യന്നൂർ ബൈപ്പാസ് റോഡിലെ സി വോയിസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലയിലുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. നേത്രചികിത്സാ രംഗത്ത് നൂതന സാങ്കേതിക വിദ്യകളും നേത്രരോഗ വിദഗ്ധരുടെ സേവനവും വർഷങ്ങളായി നൽകിവരുന്ന ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ പയ്യന്നൂർ സൂപ്പർ സ്പെഷ്യാലിറ്റി കണ്ണാശുപത്രി മികച്ച സേവന സൗകര്യങ്ങളോടെ പയ്യന്നൂർ ബൈപ്പാസ് റോഡിലെ സിവോഎസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. സിനിമാ താരം മഹിമ നമ്പ്യാർ മുഖ്യാതിഥിയായി. ഒരു ചികിത്സാ മേഖലയുടെ ഉത്തരവാദിത്വം ആ രീതിയിൽ പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ അവരുടെ 2 യൂണിറ്റുകൾ പയ്യന്നൂരിലെ യൂണിറ്റ് തുടങ്ങുമ്പോൾ മുതലുള്ള ഞങ്ങളുടെ ഒരു ബന്ധവും സൗഹൃദമുണ്ട്. കണ്ണൂർ AKG ആശുപത്രിയുടെ ഭാഗമായി കണ്ണൂർ വിഭാഗം ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ, പ്രത്യേക യൂണിറ്റ് ആരംഭിക്കാൻ തീരുമാനിച്ചപ്പോൾ പയ്യന്നൂർ ഐ ഫൗണ്ടേഷനാണ് അതിൻ്റെ മുഖ്യ ചുമതലയെടുത്തത്. മുകേഷ് SC-ആയിട്ട് ചുമതല വഹിച്ചു. ഡോക്ടർ സുരേഷ് ബാബു പൂർണ്ണമായിട്ടും അവിടുത്തെ പ്രവർത്തനങ്ങളിൽ കേന്ദ്രീകരിച്ച് മറ്റു ഡോക്ടർമാരെ കൂടി സമീപിച്ചുകൊണ്ട് ആ സ്ഥാപനത്തെ കണ്ണൂരിൽ നല്ല നിരക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി അവർ നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ്. പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ സുകുമാരൻ K, നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത,
നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി സജിത, വാർഡ് കൗൺസിലർ കെ ബാലകൃഷ്ണൻ, ഡോക്ടർ സുരേഷ് ബാബു PV തുടങ്ങി രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. അതിവിപുലമായ ജനറൽ ഫാർമസി, ലബോറട്ടറി, ഒപ്റ്റിക്കൽ ഷോറൂം, നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഐ ചെക്കപ്പ് എന്നിവ ഐ ഫൗണ്ടേഷന്റെ പ്രത്യേകതയാണ്. വിവിധതരം ബ്രാൻഡുകളുടെ കണ്ണടകളും പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും ലഭ്യമാണ്. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. VP പ്രഫുൽ ചന്ദ്രൻ മെമ്മോറിയൽ ട്രോഫിക്കു വേണ്ടിയുള്ള കണ്ണൂർ ജില്ലാ സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിന് പയ്യന്നൂർ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ തുടക്കമായി. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത ഉദ്ഘാടനം ചെയ്തു. ചെസ് അസോസിയേഷൻ പയ്യന്നൂരും പയ്യന്നൂർ പ്രഫുൽ ചെസ് അക്കാദമിയും സംയുക്തമായാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 140 പേർ പങ്കെടുക്കുന്ന ടൂർണമെന്റിലെ ആദ്യ 4 സ്ഥാനക്കാർ കണ്ണൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് സംസ്ഥാന സീനിയർ ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും. ഉദ്ഘാടന ചടങ്ങിൽ ചെസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ ശിവസ്വാമി അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ മണിയറ ചന്ദ്രൻ, ഗംഗാധരൻ മേലയെടുത്ത്, K സനിൽ, ഡോക്ടർ KV ദേവദാസ്, VP മനോഹരൻ, VP ബേബി, ഡോക്ടർ ഗൗതം ഗോപിനാഥ്, P ഈശ്വരൻ, സുഗുണേഷ് ബാബു, PK വിജയകുമാർ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയ ആര്യ ജി മല്ലർ, ആരാധ്യ കൊമ്മേരി, സാവന്ത് കൃഷ്ണ, ഇഷീന എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു. മത്സരം ഞായറാഴ്ച സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. കരിവെള്ളൂർ കുണിയൻ പ്രദേശത്ത് തെങ്ങുകളിൽ കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം രൂക്ഷം. കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം മൂലം തെങ്ങുകൾ നശിക്കുന്നത് കേര കർഷകരെ ആശങ്കയിലാക്കുകയാണ്. കരിവെള്ളൂർ കുണിയൻ പ്രദേശത്ത് കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം രൂക്ഷം. നിരവധി തെങ്ങുകളാണ് കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം മൂലം നശിച്ചത്. നശിച്ചവയെല്ലാം നല്ല കായ്ഫലമുള്ള തെങ്ങുകളായിരുന്നു. ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് തേങ്ങയ്ക്ക് നല്ലൊരു വില വന്നത്. വില വന്നപ്പോൾ തേങ്ങ മാത്രമല്ല, തെങ്ങുകൾ തന്നെ ഇല്ലാതാകുന്ന സ്ഥിതിയാണുള്ളത്. മുകൾ ഭാഗത്തു മാത്രമല്ല, അടിഭാഗത്തും കൊമ്പൻ ചെല്ലി തുരന്നെടുക്കുന്ന തെങ്ങുകൾ ഇവിടെ കാണാം. എന്ത് പ്രതിവിധി ചെയ്യണമെന്നറിയാതെ വിഷമത്തിലായിരിക്കുകയാണ് കർഷകർ. ഇനി ബാക്കിയുള്ള തെങ്ങുകൾക്കെങ്കിലും കൊമ്പൻ ചെല്ലിയുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാൻ നെട്ടോട്ടമോടുകയാണ് കർഷകർ. നമ്മളെ 2 തെങ്ങ് കൊമ്പൻ ചെല്ലിയായിട്ട് പോയി. ഇനി മഴക്കാലം കൊണ്ട് അതിൻ്റെ മേലെ കയറിയിട്ടൊന്നും ആക്കാനും ആവില്ല. അതുകൊണ്ട് ഇനി വേറൊരു തെങ്ങിന് ബാധിക്കുമെന്ന് വെച്ച് അതിനെപ്പറ്റി പേടിയുണ്ട് നമുക്ക്. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. RJD നേതാവായിരുന്ന AV കുഞ്ഞിക്കണ്ണൻ ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കരിവെള്ളൂർ RJD ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗം RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കരിവെള്ളൂരിലെ RJD നേതാവായിരുന്ന AV കുഞ്ഞിക്കണ്ണന്റെ 3ാമത് ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. കരിവെള്ളൂർ RJD ഓഫീസിൽ നടന്ന അനുസ്മരണ യോഗം RJD സംസ്ഥാന സെക്രട്ടറി TV ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ജനങ്ങളിലെ സേവന പ്രവർത്തനങ്ങൾ വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അതാണ് കാര്യങ്ങൾ അതാണ് വൈകോളാം എന്നുള്ളതാണ്. മറ്റ് നമ്മുടെ അയൽവാസിയോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളിലോ ഉള്ള ആൾക്കാരുടെ കാര്യങ്ങളും. K നാരായണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TTV കുഞ്ഞികൃഷ്ണൻ, PV ദാസൻ, KV കൃഷ്ണൻ, AV ബാലൻ മാസ്റ്റർ, അത്തായി വിജയൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് കരിവെള്ളൂർ. രാസലഹരിയും പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മാണഘട്ടത്തിൽ തന്നെ തടയണമെന്ന ആവശ്യം ഉന്നയിച്ചും സാമൂഹ്യ അവബോധം ലക്ഷ്യമിട്ടും സൈക്കിൾ റൈഡ് നടത്തി. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിന്റെ സഹകരണത്തോടെയാണ് സൈക്കിൾ റൈഡ് സംഘടിപ്പിച്ചത്. ലോക പുകയില വിരുദ്ധ ദിനാചരണ ഭാഗമായാണ് ശനിയാഴ്ച രാവിലെ തൃക്കരിപ്പൂരിൽ നിന്നും പയ്യന്നൂരിലേക്ക് സൈക്കിൾ റൈഡ് സംഘടിപ്പിച്ചത്. മനുഷ്യരെ കാർന്നു തിന്നുന്ന എല്ലാ ലഹരി വസ്തുക്കളുടെയും നിർമ്മാണം ഉറവിടത്തിൽ തടയണമെന്ന ആവശ്യവുമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബിന്റെ സഹകരണത്തോടെ നടത്തിയ സൈക്കിൾ റൈഡ് കനത്ത മഴയിലാണ് നടന്നത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ചടങ്ങിൽ പയ്യന്നൂർ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രി കൺസൾട്ടന്റ് സർജൻ ഡോക്ടർ P അബ്ദുൾ ജലീൽ ഉദ്ഘാടനം ചെയ്തു. IDA കോസ്റ്റൽ മലബാർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ രശ്മി ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. ഡെന്റൽ അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ഡോക്ടർ C ശ്രീകുമാർ, തൃക്കരിപ്പൂർ സൈക്ലിംഗ് ക്ലബ്ബ് പ്രസിഡന്റ് TMC ഇബ്രാഹിം, അനൂപ കല്ലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. നിർത്തുവാ.
മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള യാത്രയയപ്പ് സമ്മേളനം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു. ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ ഉദ്ഘാടനം നിർവഹിച്ചു. മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി. എം രാധാകൃഷ്ണൻ, കെ സുജിത് കുമാർ, പി വി ശിവദാസൻ എന്നിവർക്കാണ് ഭരണസമിതിയും ജീവനക്കാരും യാത്രയയപ്പ് നൽകിയത്. ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം ബാങ്ക് പ്രസിഡന്റ് കെ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാത്തിനും നികുതി ഏർപ്പെടുത്താൻ ഇവിടത്തേക്ക് വരുന്ന നിക്ഷേപകരെ എങ്ങനെ അകറ്റാൻ വേണ്ടി കഴിയും എന്നതെല്ലാം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെയെല്ലാം മറികടക്കാൻ വേണ്ടി കഴിയുന്നത് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്ന ഗവൺമെൻറ് തീർച്ചയായും അതൊരു ഗ്യാരണ്ടിയായി നമ്മോടൊപ്പം നിൽക്കുന്നു. 2016 നോട്ട് നിരോധന കാലത്ത് ഈ ഗവൺമെൻറ് നൽകിയിട്ടുള്ള പിന്തുണയാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളെ നിലനിർത്താൻ വേണ്ടി കഴിഞ്ഞത്. പിന്നീട് കോവിഡും പ്രളയവും എല്ലാ പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും ഗവൺമെൻറ്റിനെ നിലനിർത്താൻ സഹകരണ വകുപ്പും സഹകരണ മേഖലയും അതുപോലെ തന്നെ സഹകരണ മേഖലയ്ക്ക് എല്ലാ അർത്ഥത്തിലുള്ള പിന്തുണ നൽകാൻ ഗവൺമെൻറ്റും പരിശ്രമിച്ചതിൻ്റെ ഭാഗമായാണ് നമുക്ക് മുന്നേറാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ കഴിഞ്ഞ സഹകരണ മേഖലയ്ക്ക് നേരെ വലിയ അപവാദ പ്രചരണങ്ങളുണ്ടായി. ചില പുഴുക്കുത്തുകൾ ചില മേഖലകളിലുണ്ടായി. അതിനെ വെച്ചുകൊണ്ട് സഹകരണ മേഖലയാകെ ഇങ്ങനെയാണ് എന്ന നിലയിലുള്ള പ്രചാരവേലകൾ സംഘടിപ്പിച്ചപ്പോഴും കഴിഞ്ഞ 2 നിക്ഷേപ സമാഹരണ ഘട്ടത്തിലും നമ്മുടെ സ്ഥാപനത്തിൽ നിക്ഷേപങ്ങൾ നൽകുന്നതിൽ ആർക്കും ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല. കെ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ടി മുരളി, കെ വി ശ്രീധരൻ, വി വിനോദ്, പി പി പ്രകാശൻ, പി വി ശിവദാസൻ, കെ പി സുരേഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മഴ തിമിർത്ത് പെയ്തതോടെ നെൽകർഷകർ ദുരിതത്തിൽ. നെൽകൃഷി ഇറക്കിയ വയലുകളിൽ വെള്ളം കയറിയതോടെ ഞാറുകൾ വെള്ളത്തിൽ മുങ്ങി നശിച്ചുപോയി. തോരാത്ത മഴ നെൽകർഷകർക്ക് ദുരിതം വിതയ്ക്കുന്നു. 1ാം വിളയ്ക്കായി നട്ട ഞാറ് വെള്ളത്തിൽ മുങ്ങി. വെള്ളമിറങ്ങാത്തതു കാരണം ഇത് ചീഞ്ഞുപോകുകയും ചെയ്തിരിക്കുന്നു. ഏറെ പ്രതീക്ഷയോടെ നട്ട ഞാറാണ് ചീയാതെ കിട്ടിയ ഞാറുള്ളവരും വെള്ളമിറങ്ങി പാടം ഇനിയെന്ന് പാകപ്പെടും എന്ന ആശങ്കയിലാണ്. വെള്ളമിറങ്ങിയാൽ പലർക്കും ഇനി വീണ്ടും ഞാറ് തയ്യാറാക്കിയെടുക്കേണ്ടി വരും. ഇത് ഇരട്ടിപ്പണിയാകും. ചീഞ്ഞുപോയ ഞാറും വെള്ളം കയറി കിടക്കുന്ന പാടവും നോക്കി നെടുവീർപ്പിടുകയാണ് കർഷകർ. എത്രയും കാലത്തിനുള്ളിൽ ആദ്യമായിട്ടാണ് ഈ മഴ ഇങ്ങനെ കാണുന്നത്. ഇപ്പോൾ ഒരേക്കർ നടാൻ വേണ്ടിയിട്ട് ഇട്ട ഞാറാണ്. ഈ ഞാറെല്ലാം വെള്ളത്തിൽ പോയി. ഇനി പാതി പുതിയ ഞാറിട്ടിട്ട് വേണം നടണമെങ്കിൽ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന സെക്രട്ടറി ടി വി നിഷയ്ക്ക് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. ടി മധുസൂദനൻ MLA യാത്രയയപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും 37 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന സെക്രട്ടറി ടി വി നിഷയ്ക്ക് ഭരണസമിതിയുടെ ആഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി. താലൂക്ക് ലൈബ്രറി ഹാളിൽ നടന്ന യാത്രയയപ്പ് ചടങ്ങ് ടി മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ശിവകുമാർ ചെയ്തിട്ടുള്ള പണിയെക്കുറിച്ച് ഞാനിവിടെ ഒന്നും പറയുന്നില്ല. കാരണം കുറച്ച് വിഷമമുണ്ടാകും. നല്ല ജോലിയായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ട്. ആദ്യം പോലീസിലായിരുന്നു, പിന്നീടാണ് വെറ്ററിനറി മേഖലയിലേക്ക് വന്നത്. ഏറ്റവും മികച്ച നിലയിൽ സാംസ്കാരിക പ്രവർത്തനവും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് സഹകരണ മേഖലയുടെ ചുമതലയിലേക്ക് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിൻ്റെ സഹപാഠിയാണ് നമ്മുടെ ഇനിയുള്ള ബാങ്ക് സെക്രട്ടറി ശ്രീമതി നിഷ എന്നിവിടെ പറഞ്ഞു. 36 വർഷം എന്ന് പറയുന്നത്. ബാങ്ക് പ്രസിഡന്റ് കെ ശിവകുമാർ അധ്യക്ഷത വഹിച്ചു. ബാങ്ക് മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശശി വട്ടക്കോവൽ, യൂണിറ്റ് ഇൻസ്പെക്ടർ കെ രാജീവൻ, സി വി ദിലീപ്, രഘുനാഥ് NV, പി നാരായണൻ, പി വി പവിത്രൻ, AKP നാരായണൻ, സി വി വിനോദ് കുമാർ, പ്രൊഫസർ കെ രാജഗോപാലൻ, PT പ്രേംകുമാർ, അസിസ്റ്റന്റ് സെക്രട്ടറി കെ പത്മജ തുടങ്ങിയവർ സംസാരിച്ചു. ടി വി നിഷ മറുപടി പ്രസംഗം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തളിപ്പറമ്പ് താലൂക്ക് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും വിരമിക്കുന്ന സംഘം സെക്രട്ടറി KP ശശിക്ക് യാത്രയയപ്പ് നൽകി. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റ് KP സാജു യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തളിപ്പറമ്പ് താലൂക്ക് ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്നും 30 വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന സംഘം സെക്രട്ടറി KP ശശിക്ക് യാത്രയയപ്പ് നൽകി.
പയ്യന്നൂർ ടോപ്പ് ഫോം ഓഡിറ്റോറിയത്തിൽ നടന്ന യാത്രയയപ്പ് സമ്മേളനം തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രസിഡന്റ് KP സാജു ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പ്രതീക്ഷിക്കുന്ന വേഗത്തിലല്ല സമയം കടന്നു പോകുക. സമയം വളരെ വേഗത്തിൽ കടന്നു പോകും. നമ്മൾ ഇന്നലെ കണ്ടതുപോലെ നമുക്ക് ഇന്ന് കാണാൻ കഴിയില്ല. ഒരുപക്ഷെ ഏറ്റവും വിലപ്പെട്ട ഒരു സാധനം നമ്മുടെ ജീവിതത്തിൽ സമയമാണ് എന്ന് തന്നെ പറയാം. ഞാൻ ആലോചിക്കാറുണ്ട്, ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, എന്ത് വരം വേണമെന്ന് ചോദിച്ചാൽ ഞാൻ ആദ്യം ദൈവത്തോട് പറയാൻ എനിക്കെന്ന് എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു ഗർഭസ്ഥ ശിശുവായി കടക്കാൻ സാധിച്ചെങ്കിലെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ദൈവം പറയുന്നു അത് പറ്റില്ല. എന്നാൽ ഒരു 1ാം ക്ലാസ്സിൽ അതും പറ്റില്ല, 5ാം ക്ലാസ്സിൽ അതും പറ്റില്ല, എന്നാൽ 10ാം ക്ലാസ്സിൽ നമ്മളൊരു ഡിഗ്രി കോളേജിൽ ഒന്നുമില്ലെങ്കിൽ ഞാനിവിടെ പ്രസംഗം തുടങ്ങിയ ഒരു നിമിഷത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ. സൊസൈറ്റി പ്രസിഡന്റ് KP രാജേന്ദ്രകുമാർ അധ്യക്ഷത വഹിച്ചു. K രാജീവൻ, VC നാരായണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് K ജയരാജ്, മഹേഷ് കുന്നുമ്മൽ, MP മധുസൂദനൻ, അഡ്വക്കേറ്റ് മുരളി പള്ളത്ത്, KV മോഹനൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ വാദ്യരത്നം കടന്നപ്പള്ളി ശങ്കരൻകുട്ടി മാരാർ അനുസ്മരണവും ശങ്കരസ്മൃതി പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. പയ്യന്നൂരിൽ വാദ്യരത്നം കടന്നപ്പള്ളി ശങ്കരൻകുട്ടി മാരാർ അനുസ്മരണവും ശങ്കരസ്മൃതി പുരസ്കാര സമർപ്പണവും സംഘടിപ്പിച്ചു. പയ്യന്നൂർ മഹാദേവ ഗ്രാമം ആരാധനാ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വെച്ച് പയ്യന്നൂർ ബാലകൃഷ്ണൻ മാരാർക്ക് ശങ്കരസ്മൃതി പുരസ്കാരം സമർപ്പിച്ചു. ചിറക്കൽ നിതീഷ് മാരാർ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ, സംഗീതരത്നം കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, കലാശ്രീ ഡോക്ടർ ചെറുതാഴം കുഞ്ഞിരാമ മാരാർ തുടങ്ങിയവർ സന്നിഹിതരായി. തുടർന്ന് പ്രശസ്ത സംഗീതജ്ഞൻ ഡോക്ടർ പയ്യാവൂർ ഉണ്ണികൃഷ്ണനും കഥകളി സംഗീതജ്ഞൻ സദനം ജ്യോതിഷ് ബാബുവും കലാകാരന്മാരും ചേർന്ന് അവതരിപ്പിച്ച മലയാള സംഗീതികയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് നോൺ ടീച്ചിംഗ് സ്റ്റാഫ് ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം നടന്നു. മെഡിസിപ്പ് പദ്ധതിയിൽ അംഗമാകുന്ന കാര്യത്തിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഓപ്ഷൻ അനുവദിക്കണമെന്ന് യോഗം സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പയ്യന്നൂർ കോളേജ് റിട്ടയർഡ് നോൺ ടീച്ചിംഗ് സ്റ്റാഫ് ഫോറം വാർഷിക ജനറൽ ബോഡി യോഗം പയ്യന്നൂർ ഹോട്ടൽ ടോപ്പ് ഫോമിൽ വെച്ച് നടന്നു. മെഡിസപ്പ് പദ്ധതിയിൽ അംഗമാകുന്ന കാര്യത്തിൽ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഓപ്ഷൻ അനുവദിക്കുക, എംപാനൽ ചെയ്ത ആശുപത്രികളിലെ നിലവിലുള്ള എല്ലാ ചികിത്സയും മെഡിസപ്പ് പദ്ധതിയിൽ അംഗമായവർക്ക് അനുവദിക്കുക, മെഡിസപ്പ് പദ്ധതിയിൽ അലോപ്പതി ചികിത്സയ്ക്ക് പുറമെ ആയുർവേദം, ഹോമിയോ ചികിത്സ എന്നിവ കൂടി ഉൾപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ നടപ്പിലാക്കണമെന്ന് യോഗം സർക്കാരിനോട് അഭ്യർത്ഥിച്ചു. പ്രസിഡന്റ് N ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. V നാരായണൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. സെക്രട്ടറി K രമേശൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ വൈക്കത്ത് നാരായണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. PV ഭരതൻ, T കൃഷ്ണൻ, K ശശിധരൻ, MP മധുസൂദനൻ, KV തോമസ്, EK വേണുഗോപാല കിടാവ്, C രാജൻ, PP മാധവി എന്നിവർ സംസാരിച്ചു. കൊച്ചിയിൽ നടന്ന അഖില കേരള സീനിയർ അത്ലറ്റിക് മീറ്റിൽ പങ്കെടുത്ത 3 ഇനങ്ങളിലും വെങ്കലം നേടിയ MP മധുസൂദനനെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ക്ഷേത്രകലാ അക്കാദമി തായമ്പക അരങ്ങേറ്റം ജൂൺ 1 വൈകിട്ട് 3 മണിക്ക് മാടായിക്കാവ് സരസ്വതി മണ്ഡപത്തിൽ നടക്കും. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. മലബാർ ദേവസ്വം ബോർഡിന്റെ നിയന്ത്രണത്തിൽ മാടായിക്കാവ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ഷേത്രകലാ അക്കാദമിയിൽ നിന്നും 2024-25 വർഷം ചെണ്ട തുടർ കോഴ്സിൽ KV വിജിൻകാന്തിന്റെ ശിക്ഷണത്തിൽ തായമ്പക പരിശീലനം പൂർത്തീകരിച്ച 15ഓളം കുട്ടികളുടെ അരങ്ങേറ്റം ജൂൺ 1 മാടായിക്കാവ് സരസ്വതി മണ്ഡപത്തിൽ നടക്കും. M വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രകലാ അക്കാദമി ചെയർമാൻ കാഞ്ഞങ്ങാട് രാമചന്ദ്രൻ, സെക്രട്ടറി കൃഷ്ണൻ നടുവലത്ത്, KV കൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃക്കരിപ്പൂർ മാണിയാട്ട് വീടിന്റെ വാതിൽ തകർത്ത് കവർച്ച. 15 ലക്ഷത്തിൽ പരം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ കവർന്നു. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി.
മഴക്കാലക്കെടുതികളും ദുരന്തങ്ങളും നേരിടുവാൻ സുസജ്ജമായി കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിൽ എത്തിച്ചേരുന്നവർക്ക് അടിയന്തര ശ്രദ്ധയും ചികിത്സയും ലഭ്യമാക്കുവാനായി കോഡ് റെഡ് എന്ന സാർവദേശീയ ചികിത്സാ ക്രമീകരണങ്ങൾ ഉടനടി ഏർപ്പെടുത്തുവാനും തീരുമാനം. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് യൂണിയൻ നിലനിർത്തി KSU MSF സഖ്യം. 17-ൽ 12 സീറ്റിലാണ് UDF വിജയം നേടിയത്. 5 സീറ്റുകൾ SFIക്ക് ലഭിച്ചു. ഇനി കൃഷി ചെയ്യാനില്ലെന്ന് തീർത്ത് പറഞ്ഞ് 50 വർഷമായി കൃഷി ജീവിതവ്രതമാക്കി മാറ്റിയ കണ്ടങ്കാളിയിലെ കോഡൂർ വീട്ടിൽ രാജഗോപാലൻ എന്ന കർഷകൻ അശാസ്ത്രീയമായ ഡ്രൈനേജ് നിർമ്മാണവും അണക്കെട്ട് പരിപാലനവും അതിവൃഷ്ടിയും മുക്കിക്കളഞ്ഞത് രാജഗോപാലന്റെ 50 സെന്റിലേറെ കൃഷിസ്ഥലവും ഒപ്പം സ്വപ്നങ്ങളും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.